ഗൈസ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ, സമൂഹത്തിൽ ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പുതിയ തലമുറയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ പുതിയ കുട്ടികളുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ, അവരുടെ കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കുട്ടികളുണ്ടല്ലോ, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. സ്വന്തം അച്ഛനമ്മ, കുറേ അച്ഛനമ്മമാരുണ്ട്, പാരൻസുകൾ, സിംഗിൾ മദർ ആവാം, സിംഗിൾ ഫാദർ ആവാം. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു കുട്ടി, ഇപ്പോൾ ഒരു മകളാണെങ്കിൽ ഒരു മകൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അവർ വളരെ പ്രയാസപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ലൊരു സ്റ്റാറ്റസിൽ എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ ചില അമ്മമാർ, പാരൻസിൽ പെടുന്ന സിംഗിൾ മദർ അല്ലെങ്കിൽ സിംഗിൾ ഫാദർ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള അച്ഛനമ്മമാർ, അവർക്ക് ആ മകനിൽ അല്ലെങ്കിൽ ആ മകളിൽ ഒരു ലക്ഷ്യം വെച്ച് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകൻ നന്നായി വളരണമെന്നുള്ള ബോധത്തിൽ അവർ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി സഫർ ചെയ്ത് അവർക്ക് വേണ്ടി നടത്തി കൊടുത്ത് അവരെ നല്ലൊരു നിലയിൽ എത്തിക്കാൻ നോക്കും. അപ്പം 18 വയസ്സ് വരെ ഇത്തരം കുട്ടികൾ ഈ ബെനിഫിറ്റ് എല്ലാം യൂസ് ചെയ്യും. 18 വയസ്സങ്ങോട്ട് കഴിയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ഒരു ബാധ്യതയുമല്ല. അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കത്ത പോലുമില്ല. അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടേതായിട്ടുള്ള ലൈഫ് പാർട്ണർ, അവരുടേതായിട്ടുള്ള രീതികൾ. ഇപ്പോൾ ലീവ് ഇൻ ടൂതറാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകും, അച്ഛനമ്മയോട് ചോദിക്കാതെ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അച്ഛനമ്മയ്ക്കും പോയിട്ട് ലീവ് ഇൻ ടൂതർ റിലേഷൻ ഏതെങ്കിലും പുരുഷൻ്റെ കൂടെ പോയാലോ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് കുട്ടിയുടെ ഇഷ്ടം. 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായാലോ അവരുടെ ഇഷ്ടം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവരുടെ കൂടെയൊക്കെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിയുമ്പോൾ വീണ്ടും ഈ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് വീണ്ടും വരാൻ നോക്കും. വന്നിട്ടൊരു 5-6 ദിവസം ആ വീട്ടിൽ നല്ല കുഞ്ഞു ചമഞ്ഞിരുന്നിട്ട് വീണ്ടും ആ പുരുഷന്മാരുടെ കൂടെ വീണ്ടും പോകും. അങ്ങനെ കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വന്തം ഇഷ്ടം, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം നിലനിൽപ്പ്. അന്നേരമൊന്നും അച്ഛനമ്മമാർ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും ഇവർ നോക്കിക്കാണില്ല. അത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം, നിങ്ങൾ ഈ ലോകത്ത് വരുമ്പം നിങ്ങളുടെ കാല് വളരുന്നു, കൈ വളരുന്നു എന്നൊക്കെ നോക്കി നിങ്ങളെ സംരക്ഷിച്ച് പല ആഗ്രഹങ്ങളും, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഒരു നിലയ്ക്കെത്തുന്നത്. അവർ പണ്ട് വളർന്നത് പല ബെനിഫിറ്റും യൂസ് ചെയ്യാതെ, പല ആഗ്രഹങ്ങളും സാധിക്കാതെ, അവർ ചെറുതിലുണ്ടായ ബുദ്ധിമുട്ടിൽ അവർ ആഗ്രഹിച്ച സാധനങ്ങൾ അവർക്ക് കിട്ടാതെ പോവുകയും, അപ്പം അത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ലെന്ന് കരുതി അവർ സ്വന്തം മക്കൾക്ക് അത്തരം ബെനിഫിറ്റുകൾ ചെയ്തു കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത് അത്ര സന്തോഷത്തോടായിരിക്കും നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനോട് നിങ്ങൾക്കൊരു കടമയില്ലേ? അവരോട് നിങ്ങൾക്കൊരു കടമ ഉത്തരവാദിത്തമില്ലേ? നിങ്ങളൊരു 18 വയസ്സായി ചിറകുകളുണ്ടായി നിങ്ങൾ പറന്നു പോകുമ്പോൾ നിങ്ങൾ ഇവരെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥകൾ, അപ്പോഴത്തേക്ക് ഇവർ രോഗികളാവും. കാരണം ഈ മക്കളെ വളർത്തി ഇവരൊരു പരിവം രോഗികളാവും. അപ്പം ഇവരെ ഇനി ആര് നോക്കും? അല്ലെങ്കിൽ ഇവത്തങ്ങളൊക്കെ ഇനി ഒരു സപ്പോർട്ട് ആരാണ്? അച്ഛനും അമ്മയ്ക്കും ആരാണ് സപ്പോർട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്ന ചില മക്കളോട് ഞാൻ ചോദിക്കുകയാണ്, സമൂഹത്തിൽ നിങ്ങളത് നോക്കുന്നുണ്ടോ? നാളെ ഒരു സമയം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ രീതി എന്തായിരിക്കും? ഈ അച്ഛനമ്മമാർ എന്തോരം വേദനകൾ നിങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളിൽ നിന്നും നിങ്ങളെ ഒരു നിലയ്ക്കെത്തിയിട്ട് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതുന്ന പല അച്ഛനമ്മമാരും ഈ സമൂഹത്തിലുണ്ട്. അപ്പം ചില മക്കളുമാർ അതൊക്കെ ഒന്ന് നോക്കി കാണുമെന്ന് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ്റെ അമ്മമാരുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം നോക്കി നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഓരോ പുരുഷന്മാർ, ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും, സ്ത്രീ പുരുഷൻ്റെ കൂടെ പോയും പുരുഷൻ സ്ത്രീയുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഇങ്ങനെ പോകുമ്പം ഇന്നലെ കണ്ട ഒരു പുരുഷൻ ഒരു സ്ത്രീ സ്വന്തം മകളെ, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്നലെ കണ്ട ഒരു പുരുഷന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും പാരൻസിനെ മറക്കുകയും, ഇപ്പോൾ പുരുഷനാണെങ്കിൽ ഇന്നലെ കണ്ടൊരു പെണ്ണിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും പാരൻസിനെ മറന്നു പോവുകയും ചെയ്യുന്ന ആൾക്കാർ, ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വരെ എത്തിയത്? നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി തന്നു, ഇത്രയും വളർത്തി നിങ്ങളെ വലുതാക്കിയതൊക്കെ ആരാണ്? ഈ അച്ഛൻ്റെ അമ്മയുടെ വിയർപ്പ്, അവരുടെ അധ്വാനങ്ങളും അവരുടെ കഷ്ടപ്പാടും ഒക്കെ അല്ലേ? അവരുടെ പല സന്തോഷങ്ങളും മാറ്റിവെച്ച് പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ടല്ലേ നിങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ നിങ്ങളിതൊന്നും ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് മാത്രമാണോ ജീവിതം ഉണ്ടാകുന്നത്? പറയൂ. അപ്പം നിങ്ങളൊക്കെ അതൊന്ന് ചിന്തിക്കുക. സ്വന്തം അച്ഛനമ്മയും നിങ്ങളെ എത്രത്തോളം സഫർ ചെയ്തിട്ടാണ് വളർത്തിയത്. നിങ്ങൾക്കൊരു കടമയുണ്ട്, പാരൻസിനോട് ഒരു കടമയും ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളത്.
ഓക്കെ ഗൈസ്, ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് നിങ്ങളടുത്ത് പറയാം. ഓക്കെ, ബൈ, സി യു.